ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ മസാല കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതൊന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കത്തിരിക്ക, ഒന്ന് രണ്ട് വെണ്ടയ്ക്ക, പടവലങ്ങ, അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് പച്ചക്കറികൾ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് മത്തങ്ങ, എല്ലാത്തുനിന്നും കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം കൂടെ ചെറിയ പീസായിട്ട്, സ്ക്വയർ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിനി ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 2 സവാള അരിഞ്ഞതും 2 പച്ചമുളകും കൂടെ ചേർക്കണം. കുറച്ചൊന്ന് വഴറ്റിയിടുക. സവാള അധികം മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റണം. ചെറിയ തീയിലിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരൽപ്പം കൂടി അടച്ചിട്ടേക്കാം. അപ്പോൾ ഏതാണ്ട് പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി ആ മസാലകളൊക്കെ ഇതിൽ പിടിക്കത്തക്ക രീതിയിൽ കുറച്ച് നേരം ചെറിയ തീയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം.
തീ കൂട്ടിയിട്ടിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വേവിക്കുക. അപ്പോൾ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ഇടണം. ഒരു 1/2 ടീസ്പൂണോളം ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിൽ നല്ലതുപോലെ അരച്ച് എടുക്കണം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ പച്ചക്കറിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് ജാറ് കലക്കി കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലോണം യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഉപ്പ് നോക്കണം. നേരത്തെ നമ്മൾ ചേർത്തതേ ഉള്ളൂ. ഒരല്പം കൂടെ ഉപ്പ് ആവശ്യമുണ്ട്. കുറച്ച് നേരം ഒരു തിള വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം. നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ മസാല കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവർക്കും, കുട്ടികൾക്കായിരുന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പുതിയ ഒരു വിഭവമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.